إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم فاعلم أنه لا إله إلا الله واستغفر لذنبك وللمؤمنين والمؤمنات والله يعلم متقلبكم ومثواكم. സ്നേഹാദരണീയരായ വിശ്വാസിനികൾ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിലുടനീളം ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് എന്നോടും നിങ്ങളോട് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ഗൗരവത്തോടുകൂടി വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മനുഷ്യൻ അവൻ്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന റൂഹ് മുകളിൽ നിന്ന് അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഇറങ്ങി വന്നതാണ്, ലഭ്യമായത്. മരണത്തോടുകൂടി തിരിച്ച് കയറിപ്പോകേണ്ടതാണ്. കുറ്റമറ്റ, കുറ്റവിമുക്തമായ, പാപവിമുക്തമായ, സലീമായ അവസ്ഥയിൽ അത് തിരിച്ച് റബ്ബിന്റെ അടുക്കലേക്ക് പോകേണ്ടതുണ്ട്. അതിനുള്ള പരിഹാര മാർഗം ആ റൂഹിനെ അയച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹിദായത്തിനെയും ഭൂമിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. റിസാലത്ത് പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രമാണങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പ്രവാചകന്മാർ ആ ദൗത്യം പൂർത്തീകരിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹിദായത്തിനെ ആര് പിൻപറ്റുന്നുവോ അവന് മരണാനന്തര ജീവിത ലോകത്ത് ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, അവൻ ക്ലേശിക്കേണ്ടി വരികയില്ലെന്ന് വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ബഖറയുടെയും സൂറത്തുൽ ത്വാഹയുടെയും ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ സ്വീകരിക്കേണ്ട മാർഗദർശനത്തെ നമ്മിലേക്ക് എത്തിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വാണിംഗ് കൂടി നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ കൂടെ ശത്രു ഉണ്ട്, സൂക്ഷിക്കണമെന്ന്.
യഥാർത്ഥ ഇസ്ലാമിന്റെ പാന്താവിൽ നിന്ന്, വിശ്വാസ കർമ്മ മേഖലകളിൽ നിന്ന്, ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് ബഹുദൈവ വിശ്വാസത്തിന്റെയും അനാചാരങ്ങളുടെയും മേഖലയിലേക്ക് എത്തിക്കുവാൻ നിരന്തരമായ പരിശ്രമം നടത്തുന്ന മനുഷ്യവിഭാഗത്തിൽ നിന്നും ജിന്ന് വിഭാഗത്തിൽ നിന്നുമുള്ള ശത്രുക്കൾ നമ്മുടെ കൂടെയുണ്ട്. അത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗ്ഗലോകത്ത് നിന്ന് ഇറക്കി വിടുമ്പോൾ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ഫലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാ ഹീൻ. ഒരു നിശ്ചിതമായ അവധി വരെ നിങ്ങൾക്ക് ഇവിടെ താമസവും ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ബഅദുകുൻ ലി ബഅദിൻ അദുവ്, ചിലർക്ക് ശത്രുക്കളാണ് എന്ന്. അടിസ്ഥാനപരമായി മനുഷ്യൻ നിലകൊള്ളേണ്ട ഹിദായത്തിൽ നിന്ന് അവനെ വ്യതിചലിപ്പിക്കുവാൻ ശത്രുവിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ട്. അതുകൊണ്ട് പിഴച്ചു പോകാതെ സൂക്ഷിക്കണം. ഇന്ന ശൈത്വാൻ ലക്കും അദുവൻ ഫത്തഖിദൂഹു അദുവ. തീർച്ചയായും പിശാച് നിങ്ങൾക്ക് വളരെ പ്രകടമായ പ്രത്യക്ഷമായ ശത്രു തന്നെയാണ്. അവന് അങ്ങനെ തന്നെ പരിഗണിക്കപ്പെടേണ്ടതുണ്ട് എന്ന് ഹിദായത്ത് നൽകി, ശത്രുവിനെ സംബന്ധിച്ചുള്ള സൂചനയും അറിവും നൽകി. അതോടൊപ്പം അള്ളാഹു നമ്മെ അറിയിച്ചു, നിരന്തരമായ റബ്ബിന്റെ നിരീക്ഷണത്തിന് കീഴിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകണം. മുഴു സമയവും അള്ളാഹുവിന്റെ നിരീക്ഷണം നമ്മുടെ മേലുണ്ടെന്ന് നമ്മെ അറിയിക്കുന്ന വ്യത്യസ്തങ്ങളായ ശൈലികളും രീതികളും സ്വീകരിച്ചുകൊണ്ടുള്ള വചനങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു നേർക്ക് നേരെ നമ്മോട് സംസാരിക്കുന്നു. അവന്റെ കലാമായ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ എത്രയോ ആയത്തുകളിൽ അള്ളാഹ് ഈ വിവരം നമ്മെ അറിയിക്കുന്നുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആനിന്റെ വക്താക്കൾ എന്ന് അവകാശപ്പെട്ട് നടക്കുകയും ആ ഖുർആനിന്റെ ആശയങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് ആളുകൾ സന്നദ്ധരായി പോകാതിരിക്കുകയും ചെയ്യുമ്പോൾ ശത്രുവിനെ സംബന്ധിച്ച് നൽകപ്പെട്ട സൂചനകൾ മറന്നുപോവുകയും ഹിദായത്തിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയും അവന്റെ ജീവിതത്തിന്റെ അന്ത്യം ഏറ്റവും മോശകരമായ ഒരു പരിസമാപ്തിയിലേക്ക് നീങ്ങുകയും ചെയ്യും. വിശുദ്ധ ഖുർആന്റെ ഏതാനും ചില വചനങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഇസ്രാഇന്റെ 36-ാമത്തെ ആയത്തിൽ പറയുന്നു, വലാ തഖഫ് മാ ലൈസ ലക ബിഹി ഇൽമുൻ. നിനക്ക് അറിവില്ലാത്ത വിവരമില്ലാത്ത കാര്യത്തിന്റെ പിറകെ നീ പോകരുത്. തുടർന്ന് കൊണ്ട് അല്ലാഹു പറയുന്നത്, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. സമഉം ബസറും ഫുആദും അത് ചോദ്യം ചെയ്യും. എന്തിനാണ് ഈ ഒരു ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചത്? എന്തിനാണ് ഈ ഒരു തത്വത്തെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ താൻ ഉപയോഗപ്പെടുത്തുന്ന തന്റെ ചെവി, തന്റെ കാത്, തന്റെ കണ്ണ്, താൻ കാണുന്നത്, കേൾക്കുന്നത്, താൻ ചിന്തിക്കുന്ന ഹൃദയം, ഇതിനെ സംബന്ധിച്ചൊരു വിചാരണയുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളായ ഇബാദുകളോട് സംസാരിക്കുന്നു. എന്തിനു വേണ്ടിയായി ആയത്ത് ഖുർആനിൽ? ജീവിതം ഹിദായത്തിൽ ഒതുങ്ങി നിൽക്കാൻ, പിശാച് വഴിപിഴപ്പിക്കുന്ന മാർഗങ്ങളിലേക്ക് വ്യതിചലിക്കാതിരിക്കാൻ, കാഴ്ചയെയും കേൾവിയെയും ചിന്തകളെയും വളരെ കൃത്യമായി സൂക്ഷിച്ച് തഖ്വയോടുകൂടിയുള്ള ഒരു ജീവിതത്തെ നയിക്കുന്നതിന് വേണ്ടി വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇൻഫിതാർ 82-ാമത്തെ അധ്യായം 10, 11, 12, 3 ആയത്തുകളിലൂടെ അല്ലാഹു പറയുന്നു, വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫഅലൂൻ. വഇന്ന അലൈക്കും ലഹാഫിളീൻ, ഉറപ്പായിട്ടും ലഹാഫിളീൻ. അവിടെ ലാമുണ്ട്. ഖുർആനിൽ ഒരു ലാമും ഒരു വാവും ഒരു ഫാവും ഒന്നും വെറുതെ ഉപയോഗിച്ചതല്ല. വിശാലമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അല്ലാഹുവിന്റെ കലാം. ലഹാഫിളീൻ, തീർച്ചയായും ഉറപ്പായിട്ടും നിങ്ങളുടെ മേൽ ചില മേൽനോട്ടക്കാർ, ചില സൂക്ഷിപ്പുകാർ, ചില കാവൽക്കാരുണ്ട്. അവര് മാന്യന്മാരാണ്. കിറാമൻ, അവര് എഴുത്തുകാരാണ്. വേറെ പണിയൊന്നുമില്ല, എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രത്യേകമായ സൃഷ്ടിപ്പാണ് അവര്, അള്ളാഹുവിന്റെ മലക്കുകൾ. യഅലമൂൻ മാ തഫ്അലൂൻ,
അവർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചൊക്കെ അവർക്ക് നന്നായി അവർ അറിയുന്നുണ്ട്. ആരും മലക്കിനെ കണ്ടിട്ടില്ല, മലക്കുകൾ ആരും കണ്ടിട്ടില്ല. മനുഷ്യ സമൂഹം എന്തിനു വേണ്ടി അല്ലാഹ് ഈ ആയത്ത് നമ്മെ അറിയിച്ചു? താൻ നൽകിയ ഹിദായത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു ജീവിതം ഒരു വിശ്വാസിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതിന് വേണ്ടി സൂക്ഷ്മമായിരിക്കണം സംസാരങ്ങൾ, സൂക്ഷ്മമായിരിക്കണം പ്രവർത്തനങ്ങൾ, സൂക്ഷ്മമായിരിക്കണം കർമ്മങ്ങൾ. ഇതിനെ സംബന്ധിച്ച് വിലയിരുത്തപ്പെടുന്ന, നോക്കുന്ന, കാണുന്ന ആളുകൾ ഉണ്ടെന്ന അറിവ് റബ്ബ് നമ്മെ അറിയിക്കുന്ന ഒരു ശൈലി മാത്രമാണ്, ഒരു രീതി മാത്രമാണ്. ആഖിറത്തിനെ കുറിച്ച് അവന് ബോധമുണ്ടാകാൻ ഒന്നുകൂടി വിശാലമായി പറഞ്ഞു അല്ലാഹു സൂറത്തു ഖാഫിന്റെ 17-18 ആയത്തുകളിലൂടെ, ഇദ് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബും അതീദും ഏറ്റെടുക്കുന്നവർ രണ്ടാളുകൾ വലതും ഇടതും ഇരുന്നുകൊണ്ട് ഏറ്റെടുക്കുന്നവർ ഏറ്റെടുക്കാതെ ആരും ഒന്നും ഉരിയാടുകയില്ല. എന്തിനാണ് ഈ ആയത്ത് അല്ലാഹു നമ്മെ അറിയിച്ചത്? സംസാരിക്കുമ്പോൾ അവൻ കൃത്യമായി സൂക്ഷ്മതകൾ പാലിക്കണം. എന്തു പറയണമെന്നും പറയരുതെന്നും പഠിപ്പിക്കപ്പെട്ട മതമാണ് ഇസ്ലാം. അത് ഹിദായത്തിലുണ്ട്, അത് ഖുർആനിലുണ്ട്, അത് ഹദീസിലുണ്ട്. അവിടെ നിന്ന് പഠിച്ചെടുത്തുകൊണ്ട് തന്റെ നാവിനെ സൂക്ഷിക്കാനുള്ള ബോധം ഒരു മനുഷ്യനിൽ, ഒരു വിശ്വാസിയിൽ ഉണ്ടാകുന്നതിന് വേണ്ടി ആവശ്യമായ അറിവിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആന്റെ വചനങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. 40-ാം അധ്യായം സൂറത്ത് ഗാഫിറിന്റെ 19-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, യഅലമു, അല്ലാഹു അറിയുന്നുണ്ട്, ഖാഇനത്തുൽ അയുൻ, കണ്ണിന്റെ കള്ളനോട്ടങ്ങളെ, കണ്ണിന്റെ കട്ടുനോട്ടങ്ങളെ നോക്കുമ്പോ, ആർക്ക് നേരെ അഭിമുഖമായി നോക്കുമ്പോ ആളുകൾക്ക് കൃത്യമായി ബോധ്യപ്പെടും ആര് എവിടേക്ക് എങ്ങോട്ടാണ് നോക്കുന്നത്. നോക്കുന്നവൻ അവനറിയാം ഞാൻ എവിടേക്കാ നോക്കിയത് എന്ന്, എപ്പോഴാ നോക്കിയത് എന്ന്, നോട്ടത്തിന്റെ പരിധികൾ ഏതൊക്കെയായിരുന്നുവെന്ന്. താൻ ഒറ്റക്കാകുമ്പോൾ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ ഇസ്ലാമിന്റെ ഹിദായത്തിൽ നിന്ന്, സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് അവൻ വഴിമാറിപ്പോകുന്നത് അവൻ ഒറ്റയിലേക്ക് ചുരുങ്ങുമ്പോഴാണ്. സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് വരുമ്പോൾ മാന്യനാണ് അവൻ. എല്ലാവരും മാന്യന്മാരാണ്. പക്ഷേ വീടുകളിലേക്ക്, റൂമുകളിലേക്ക്, നാട് വിട്ട് താൻ തന്നിലേക്ക് ചുരുങ്ങുന്ന സന്ദർഭം, അവന്റെ കാഴ്ചയും അവന്റെ കേൾവിയും എത്രമാത്രം അവൻ സൂക്ഷിക്കുന്നുണ്ട്. സൂക്ഷിക്കണമെന്ന് റബ്ബ് അവന്റെ അടിമയെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്, അറിയിക്കുന്നു. റബ്ബ് യഅലമു ഖാഇനത്തുൽ അയുൻ, കണ്ണിന്റെ കള്ളനോട്ടങ്ങളെ കൃത്യമായി നാം അറിയുന്നുണ്ട്. വമാ തുഖ്ഫിസ് സുദൂർ, വമാ തുഖ്ഫിസ് സുദൂർ, അവന്റെ ഹൃദയങ്ങൾ മറച്ചു വെക്കുന്നത് എന്താണ് എന്ന്. ഒരാൾ ഒരു കാര്യം സമൂഹത്തിൽ വന്ന് പറയുമ്പോ നമ്മൾ ധരിക്കും വളരെ ഉഷാറാണ്, ഓക്കെയാണ്, ഫിറ്റാണ്, ഒരു കുഴപ്പമില്ല. ഹൃദയത്തിലൊന്ന് മറച്ചു വെച്ച് കണ്ണുകൊണ്ടൊരു നോട്ടം നോക്കൂ, ഹൃദയത്തിലൊന്ന് മറച്ചു വെച്ച് നാവ് കൊണ്ട് മറ്റൊന്ന് പറയുന്നു, ഹൃദയത്തിലൊന്ന് മറച്ചു വെച്ച് സമൂഹത്തോട് ഒരു രീതിയിൽ പെരുമാറുന്നു. ജീവിതത്തിന്റെ കൃത്യമായ രഹസ്യങ്ങളുടെ പൾസുകൾ നന്നായി അറിയുന്ന പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ് അവൻ നമുക്ക് നൽകിയ ഹിദായത്തിൽ നിന്ന് എത്രമാത്രം നമ്മൾ വ്യതിചലിക്കുന്നുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കുവാൻ ആവശ്യമായ മാനദണ്ഡങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തങ്ങളായ രൂപങ്ങളിലൂടെ, ശൈലികളിലൂടെ പരിശുദ്ധ ഖുർആന്റെ വചനങ്ങളിലൂടെ നമ്മെ അറിയിക്കുന്നത്. വിശുദ്ധ ഖുർആൻ 13-ാം അധ്യായം സൂറത്തുർ റഅദിന്റെ 10-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, സവാഉൻ, സമമാണ്, തുല്യമാണ്. അല്ലാഹുവെ സംബന്ധിച്ചിടത്തോളം ഈക്വലാണ്. എന്ത്? മിൻകും മൻ നസറൽ ഖൗല വമൻ ജഹറ ബിഹി, രഹസ്യമായി ഒരാൾ സംസാരിക്കുന്നത്, പരസ്യമായി ഒരാൾ സംസാരിക്കുന്നത്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണ്. രഹസ്യവും പരസ്യമൊക്കെ നമ്മക്കുള്ളൂ. നമ്മൾ സ്വകാര്യം പറഞ്ഞാൽ, ഗൂഢമായി സംസാരിച്ചാൽ, രഹസ്യമായി കൊണ്ടുള്ള ഗൂഢാലോചനകൾ നടത്തിയാൽ, മറ്റൊരുത്തന്റെ സാന്നിധ്യത്തിൽ അവനെ സംബന്ധിച്ച് രഹസ്യമായി മറ്റൊരാളോട് സംസാരിച്ചാൽ, സ്വകാര്യം പറയുന്നവന് സ്വകാര്യ. പക്ഷേ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം സവാഉൻ, അത് സമമാകുന്നു. അല്ലാഹു വീണ്ടും പറയുന്നു, വമൻ ഹുവ മുസ്തഖ്ഫിൻ ബില്ലൈലി വസാരിബുൻ ബിന്നഹാർ, രാത്രിയിൽ പുറത്തിറങ്ങി നടക്കുന്നവനും രാത്രിയിൽ ഒളിഞ്ഞിരിക്കുന്നവനും പകലിൽ പുറത്തിറങ്ങി നടക്കുന്നവനും സവാ. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഇരുട്ട്
രഹസ്യം, സ്വകാര്യം ഒക്കെ ഞമ്മക്കാണ്. അള്ളാഹ്ക്ക് ഇതൊന്നുമില്ല. അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമഇന്റെ മുൻപിൽ, അവന്റെ ബസറിന്റെ മുൻപിൽ, അവന്റെ ഇൽമിന്റെ മുൻപിൽ, അവന്റെ ഖബറിന്റെ മുൻപിൽ, അള്ളാഹുവിന്റെ വിശാലമായ ആഴത്തിലുള്ള അറിവിന്റെ മുൻപിൽ രഹസ്യ പരസ്യ രാത്രി പകലുകളെല്ലാം അത് തുല്യമാകുന്ന ഒരുപോലെയാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ അറിയിക്കുന്നത് എന്തിനു വേണ്ടിയാണ് സഹോദരൻ? എന്തിനാണ് ഈ ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് റബ്ബ് സംസാരിക്കുന്നത്? മദീന രാജ്യം ഇസ്ലാമിന് ഏറെ പിന്തുണ നൽകപ്പെട്ട രാജ്യമാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നു വരുമ്പോൾ ഇരു കൈകളും നീട്ടി സ്വീകരിക്കാൻ അവിടെ അൻസാറുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്ത് തൗബയിൽ 101-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വമൻ ഹൗലകും മിനൽ അറാബി മുനാഫിഖൂൻ, നിങ്ങളുടെ ചുറ്റുമുള്ള അറാബികളുടെ കൂട്ടത്തിൽ മുനാഫിക്കുകളുണ്ട്. വമിൻ അഹ്ലിൽ മദീന, മദീനത്തുണ്ട്. മദീനക്കാര് സ്വീകരിച്ചു, വീടിനെ പകുത്ത് നൽകി, കച്ചവടങ്ങളിൽ പങ്കാളിത്തം നൽകി, സാമൂഹികമായി തന്റെ സഹോദരനോട് പാലിക്കപ്പെടേണ്ട മുഴുവൻ മര്യാദകളും തുറന്നു പാലിച്ചു. എന്നിട്ട് അല്ലാഹു പറയാ, പരിസരത്തുള്ള അറാബികളുടെ കൂട്ടത്തിലും ഈ മദീനന്റെ പട്ടണത്തിന്റെ ഉള്ളിലും മുനാഫിക്കുകളുണ്ട്. അതെ, അവൻ അറിയുന്നുണ്ട് ആരാണ് നിഫാഖുള്ളവൻ. മനസ്സിനകത്ത് കാപട്യവുമായി നടക്കുന്നവൻ. മുമ്പ് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് മിമ്പറിൽ വെച്ച് രണ്ടു തരത്തിലുള്ള നിഫാഖുകളെ കുറിച്ച്. ഈമാനിൽ നിഫാഖുള്ളവൻ മുസ്ലിം ഒന്നല്ല, ഓൻ അള്ളാഹിനെ കുറിച്ച് വിശ്വാസോ പരലോകത്ത് ഞാൻ മരണാന്തരം ജീവിപ്പിക്കപ്പെടുന്ന പേടിയൊന്നുമില്ല, ബേജാറൊന്നുമില്ല, അങ്ങനെ ഒരു അഖീദേ അവന്റെ മനസ്സിലില്ല. പക്ഷെ ഉമ്മത്തിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ നടക്കും, അവിടുന്ന് ചില ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനുണ്ട്, അതിന്റെ പറയുകയാണ്. കർമ്മപരമായി നിഫാഖുണ്ട്, ഒക്കെ അംഗീകരിക്കുന്നു, നോമ്പ് നിസ്കാരം കാര്യങ്ങളും സക്കാത്തൊക്കെ ഉണ്ട്, പക്ഷെ കർമ്മത്തിൽ അതൊന്നും ഉണ്ടാവില്ല. കർമ്മം കൊണ്ട് നിഫാഖ് കാണിക്കുന്ന ആളുകൾ, അഖീദ കൊണ്ട് നിഫാഖ് കാണിക്കുന്ന ആളുകൾ. അള്ളാഹ് പറയുന്നു ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ 9 തവണ അല്ലാഹു ആവർത്തിച്ച് പ്രയോഗിച്ച പ്രയോഗമാണ് വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച്. അല്ലാഹ് അല്ല, ഗാഫിലുൻ അശ്രദ്ധനല്ല. മൈൻഡാണ് വിട്ടുപോകുക. ഒരു മൈന്യൂട്ട് കുറഞ്ഞൊരു സെക്കൻഡ് നേരത്തേക്ക് അള്ളാഹിന്റെ ശ്രദ്ധയെന്നാണ് പോവുക. നമ്മുടെ കർമ്മം, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ ചിന്തകൾ, ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. പരിശുദ്ധ റമളാൻ നമ്മുടെ മുൻപിലേക്ക് സമാഗതമാവുകയാണ്. റമളാൻ വന്ന് റമളാനിലേക്ക് പ്രവേശിച്ച് ആദ്യത്തെ 2 ദിവസം ക്ഷീണമൊക്കെ ആയി പോയി. പിന്നെ കുറച്ച് മുസാഫ് എടുത്ത് കുറച്ചൊന്ന് ഓതി 10 ആകുമ്പോഴേക്കിനും ഇങ്ങോട്ട് പിറകിലേക്ക് വന്ന് അവസാനത്തെ 10 ആകുമ്പോഴേക്കിനും അങ്ങാടിക്ക് ഇറങ്ങി. പിന്നെ പർച്ചേസും കച്ചവടവും തിരക്കും ഒക്കെ കഴിഞ്ഞ് നോമ്പ് കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയാ കുറച്ച് ഈത്തപ്പഴത്തിന്റെ കുരും തണ്ണിമത്തന്റെ തോടും മാത്രം ബാക്കിയാവുന്നൊരവസ്ഥ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര റമളാൻ കഴിഞ്ഞു പോയിട്ട് എന്തു നേടിയെന്ന് ആലോചിക്കേണ്ട സമയം. പരിശുദ്ധ റമളാൻ കൊണ്ട് തന്റെ ജീവിതത്തിൽ താൻ എന്ത് നേടി? നന്മകൾ വർദ്ധിപ്പിക്കേണ്ട മാസം, തിന്മകൾ പൂർണ്ണമായി ജീവിതത്തിൽ ശീലമായി കൊണ്ടു നടക്കുന്ന തിന്മകൾ, രഹസ്യമായി ചെയ്യുന്ന തിന്മകൾ, നിഫാഖിന്റെ പണിയെടുത്ത് ജീവിക്കുന്ന ആളുകൾ, അല്ലാഹ് അറിയുന്നുണ്ട്, കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്ന് കൃത്യമായി പ്രമാണങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ടതിന് ശേഷം അതിന് വിരുദ്ധമായി ജീവിച്ച ജീവിത രീതികൾ, റമളാനിന്റെ മുൻപ് ഒരു താൽക്കാലികമായി ഒരു സെമിക്കോളൻ, ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തി അത് റമളാൻ കഴിഞ്ഞ വീണ്ടും പുനരാരംഭിച്ചു പഴയ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു ജീവിത രീതി. ഇവിടെ നിന്നൊരു മാറ്റം അനിവാര്യമല്ലേ സഹോദരന്മാരെ? ആരെയാണ് നാം കാത്തിരിക്കുന്നത്? എന്തിനെയാണ് നാം കാത്തിരിക്കുന്നത്? വരാനിരിക്കുന്ന ആസന്നമായ മരണത്തെയാണോ? പെടുന്നതിന് സംഭവിക്കുന്ന ഒന്ന് വസിയ്യത്ത് ചെയ്യാൻ, തന്റെ ബന്ധുമിത്രാദികളെ കാണാൻ, ഒന്ന് എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് ചുമതലപ്പെടുത്താൻ പോലും അവസരമില്ലാതെ പെട്ടെന്ന് പിരിഞ്ഞു പോകുന്ന മരണം, അതിനെയാണോ മാറ്റത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത്? തൊണ്ടക്കുഴിയിലേക്ക് എത്താൻ ആ മരണത്തിന്റെ വെപ്രാളം. ആരാ മുകളിലേക്ക് കയറി പോകുന്ന ആൾ? ഇവിടെ ഇറങ്ങി വരും താഴേക്ക്. ആ കോണിന്റെ താഴെ ഇരിക്കുന്ന കുട്ടി ആ മുകളിൽ കയറി പോയ ആളെന്നെ വിളി. പള്ളിയിൽ ഇനിയൊരു 150-200 ആൾക്ക് ഇരിക്കാൻ സ്ഥലമുണ്ട്. മരണത്തിന്റെ വെപ്രാളം, തൊണ്ടക്കുഴിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണോ നാം ഉള്ളത്?
എനിക്ക് ഖുത്ബയുടെ ആദ്യ പാതിയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വളരെ ഗൗരവത്തോടു കൂടി വസിയത്ത് ചെയ്യാനുള്ളത്, ഒരു നല്ല വിചാരണ, ഒരു പൾസ് ടു പൾസ് പോസ്റ്റ്മോർട്ടം ജീവിതത്തെ നമ്മൾ നടത്തേണ്ടതുണ്ട്. താൻ എവിടെ നിൽക്കുന്നു, തന്റെ ജീവിതത്തിന്റെ നിലവാരം എന്ത് ചെയ്യുന്നു, തന്റെ മതസംബന്ധമായ അറിവ് എവിടെയാണ് എന്നുള്ളത്, വിശ്വാസപരമായ വിഷയങ്ങളിൽ താൻ എത്രമാത്രം മുന്നിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത്. നോമ്പിലേക്ക് വന്ന് പിന്നീട് തൗബ ചെയ്ത് നോമ്പ് അവസാനിക്കുന്നതിന് മുൻപ് ചിലപ്പം സമയം കിട്ടിക്കൊള്ളണം, നോമ്പിൽ ജീവിക്കാൻ തന്നെ തൗഫീഖ് കിട്ടുമല്ലോ, ഒക്കെ അള്ളാന്റെ തഖ്ദീർ അനുസരിച്ചു റബ്ബ് പരിശുദ്ധ റമദാനിൽ ജീവിക്കുവാൻ, നന്മ ചെയ്യുവാനുള്ള തൗഫീഖ് എല്ലാവർക്കും പ്രദാനം ചെയ്യുവാൻ. ഒന്ന് കൃത്യമായി ജീവിതത്തെ വിലയിരുത്തേണ്ട ഒരു സന്ദർഭമാണിത്. ഒരു ശുദ്ധാവസ്ഥയിൽ വിശ്വാസവിശുദ്ധിയും കർമ്മവിശുദ്ധിയും സ്വഭാവവിശുദ്ധിയും സാമ്പത്തികമായ വിശുദ്ധിയും നേടിയെടുത്തുകൊണ്ട് റമദാനിന്റെ മാസപ്പിറവി ദൃശ്യമാകുമ്പോൾ പ്രാർത്ഥനയോടുകൂടി റമദാനിലേക്ക് പ്രവേശിക്കാൻ, ആ റമദാനിന്റെ ഒന്നാമത്തെ രാവ്, ആ രാവിൽ തന്നെ റബ്ബിനോട് കൈനീട്ടി ചോദിക്കുമ്പോ റബ്ബ് ആ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ എല്ലാം അതേപടി ചോദിക്കുന്നത് തരാൻ നമ്മുടെ മനസ്സൊന്ന് ശുദ്ധമായിരിക്കണം. ശുദ്ധിയില്ലാത്തവന്റെ ചോദ്യം, വിദഅത്ത് ചെയ്യുന്നവന്റെ ചോദ്യം, ഹറാമിൽ ജീവിക്കുന്നവന്റെ ചോദ്യം അല്ലാഹുവിന്റെ അടുക്കൽ അത് ഖബൂൽ ചെയ്യപ്പെടുകയില്ല. ഹറാമുകളിൽ നിന്ന് മുക്തമായ ജീവിതത്തോടു കൂടിയുള്ള ഒരു തസ്കിയത്ത് നേടിക്കൊണ്ട് പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആദ്യമായി വളരെ ആഴത്തിൽ മനസ്സിനെ തൊട്ടറിഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യുന്നു, ഒരു നല്ല വിചാരണക്ക് ഒരുങ്ങൂ. ഒരല്പസമയം, ഒരമണിക്കൂർ സ്വസ്ഥമായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തെ ഒന്ന് വിലയിരുത്തി ജീവിതത്തിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള വലിയ മേജർ കുറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു, ശിർക്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, ഹറാമ് എൻ്റെ പക്കൽ നിന്ന് വന്നിട്ടുണ്ടോ, തൗഹീദ് ഉൾക്കൊണ്ട ആളുകൾ തൗഹീദ് ശരിയായാൽ മതി എന്ന് ധരിച്ചു പോവുകയും ജീവിതത്തിൽ മറ്റുള്ള മേഖലകളിലൊക്കെ സൂക്ഷ്മതയില്ലാത്ത ഹറാമിൽ അധിഷ്ഠിതം, അതിൽ തന്നെ കഴിഞ്ഞുകൂടാ, എന്നിട്ട് തൗബ ചെയ്യുക, പിന്നെ അതിൽ തന്നെ കഴിഞ്ഞുകൂടാ, വീണ്ടും തൗബ, ഇങ്ങനത്തെ ജീവിതം. മനുഷ്യന്മാർ പല 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 കാറ്റഗറിയും ഒരു കാര്യം പറഞ്ഞാൽ അപ്പൊ തന്നെ ജീവിതത്തിലേക്ക് പകർത്തുന്ന ആളുകൾ, നാളെ മുതൽ ശരിയാവാന്ന് തീരുമാനിക്കുന്ന ആളുകൾ, ആ ശരിയെ ഉൾക്കൊള്ളുകയും അതോടൊപ്പം ജീവിതത്തിലുള്ള ഹറാമുകൾ ഒഴിവാക്കുകയും ചെയ്യാത്ത ആളുകൾ, അങ്ങനെ പലതരത്തിലുള്ള മനുഷ്യൻ. ഈ ഒരു അവസ്ഥക്ക് വ്യക്തവും പ്രകടവുമായിട്ടുള്ള ഒരു മാറ്റം അനിവാര്യമാണ്. ആ മാറ്റത്തിന്റെ നന്ദി കുറിക്കേണ്ട, അതിന് വളരെ വ്യക്തമായ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വേണ്ടി ഒരുങ്ങേണ്ട ഒരു സമയത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത് എന്ന് തിരിച്ചറിയുക. ഒരു വിചാരണക്ക് വേണ്ടി ശക്തമായി ഒരുങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തെ കൃത്യമായി വിലയിരുത്തി നന്മതിന്മകളെ വേർതിരിച്ചറിഞ്ഞുകൊണ്ട് അബദ്ധങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് നന്മയെ സ്വീകരിക്കുവാനുള്ള നല്ല മനസ്സ്, ആ മനസ്സിന്റെ ഉടമകളാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും മാറ്റിയെടുക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ طيبا مباركا فيه كما ربنا ويرضاه والصلاة والسلام الأتمان الأكملان خاتم الأنبياء والمرسلين محمد آله وصحبه أجمعين. أما بعد يا أيها الناس أوصيكم وإياي ثانيا بتقوى الله. സഹോദരി സഹോദരന്മാർ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരീക്ഷിക്കുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട് എന്ന് വ്യത്യസ്തങ്ങളായ ശൈലികളിലൂടെ അല്ലാഹു നമ്മെ അറിയിച്ചത് നാം മനസ്സിലാക്കി. വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച പ്രയോഗങ്ങൾ അല്ലാഹുവിന്റെ സിഫത്തുകളെ പ്രയോഗിച്ചിട്ടുണ്ട്. ചില വചനങ്ങളിൽ അല്ലാഹു പറയുന്നു ലഹാ മാ കസബത് വ അലൈഹാ മക്തസബത്, ഓരോരുത്തർക്കും അവനവൻ സമ്പാദിച്ചതാണുള്ളത് എന്ന്. ആ ആയത്ത് എന്തിനാ? നമ്മൾ സമ്പാദിച്ചത് മുഴുവൻ
അത് വാക്കാവട്ടെ, പ്രവർത്തനങ്ങളാവട്ടെ, വിശ്വാസമാവട്ടെ, കർമ്മമാവട്ടെ, എല്ലാം റബ്ബിന്റെ മുൻപിലേക്ക് കൊണ്ടുവരപ്പെടുമെന്ന് മഹാനായ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മോനോട് പറയുന്നു, അള്ളാഹു അതിനെ കൊണ്ടുവരുമെന്ന്. ഈ കൊണ്ടുവരുമെന്നുള്ള ഒരു ബോധത്തിൽ നിന്ന് നമ്മിൽ ഉണ്ടാവേണ്ട അടിസ്ഥാനപരമായ പരിഹാര മാർഗം 2 കാര്യങ്ങൾ ഖുതുബയുടെ 2ാമത്തെ ഭാഗത്ത് ഞാൻ നിങ്ങളെ തെര്യപ്പെടുത്തുന്നു. ആദ്യം തന്നെ കുറിച്ചൊരു വിചാരണ നടത്തുകയും, 2ാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഖുതുബയുടെ തുടക്കത്തിൽ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച സൂറത്ത് മുഹമ്മദിന്റെ 19ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫഅലം, നിങ്ങൾ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് എന്ന് നിങ്ങൾ അറിയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് എന്ന് അറിയാത്തവനെ ഖുർആൻ വിളിച്ച പേര് വിഡ്ഢിയൻ, ജാഹിൽ എന്ന്. ഖുർആൻ സൂറത്ത് സുമറിന്റെ 64ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, അഫഗൈറല്ലാഹി തുഅ്മുറൂനി അഅ്ബുദു അയ്യുഹൽ ജാഹിലൂൻ. ജാഹിലുകളെ, വിവരം കെട്ടവരെ, അല്ലാത്ത ആളുകളെ സ്വീകരിക്കണം എന്നാണോ നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കത്തുണ്ടായിരുന്ന ആളുകൾ അവിടെയുള്ള വിഗ്രഹങ്ങളൊക്കെ ഒന്ന് വണങ്ങി ഒന്ന് അഡ്ജസ്റ്റ്മെന്റിൽ പോകണം എന്നിത്യാദിയുള്ള സൂചനകളൊക്കെ നൽകിയ സമയത്ത് ശുദ്ധ ഖുർആൻ വിവരമില്ലാത്തവനാണ്, അവന് കണക്കറിയാത്തവനും മറ്റുള്ള ഭൗതികമായ വിജ്ഞാനങ്ങൾ അറിയാത്ത ആളുകളെ സംബന്ധിച്ചല്ല, തൗഹീദ് അറിയാത്തവനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ജാഹിലാണ്. നമ്മൾ ജാഹിലുകളായി മാറാൻ പാടുള്ളതല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമായി അറിയുകയും തന്റെ അഖീദയെ വളരെ കൃത്യമായി ശരിപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കൂടെ ഉണ്ടാകും ഹറാമുകൾ. എന്തു ചെയ്യണം? തന്നെ വിലയിരുത്തി തന്റെ കൂടെ അനാചാരങ്ങളുണ്ട്, ബിദ്അത്തുകളുണ്ട്, ഹറാമുകളുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ നിന്റെ ദമ്പുകളെ തൊട്ട് നീ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. ഇസ്തിഗ്ഫാർ നടത്താൻ വേണ്ടിയിട്ട് റമദാന്റെ അവസാനത്തെ 10 വേണ്ടി, ലൈലത്തുൽ ഖദ്ർ ആകാൻ വേണ്ടി കാത്തിരിക്കേണ്ടതില്ല. അത് നടത്തേണ്ട സമയം ഇപ്പോഴാണ്. പാപമുക്തരായിക്കൊണ്ട് പൂർണ്ണമായി റബ്ബിനോട് തുറന്നു പറഞ്ഞുകൊണ്ടുള്ള ഒരു റമദാനിലേക്കുള്ള പ്രവേശനമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. ആ ഒരു ബോധം നമുക്കുണ്ടാവണം. ഇന്റെ അബദ്ധം, ഇന്ന തിന്മ എന്നിലുണ്ട്, ശിർക്കുണ്ട്, ശിർക്കിന്റെ ചില അടയാളങ്ങളുണ്ട്, ഒന്ന് തപ്പി നോക്കുക. കയ്യുമ്മയും കാലുമ്മയും അരയിലും കഴുത്തിലും ഒക്കെ വല്ല കയറോ ചരടോ നൂലോ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ. ചില ആളുകളുടെ കൂടെ ഉണ്ടാവും, പള്ളിയിൽ വരും, അവന് ഒന്ന് നമസ്കരിക്കും, സുജൂദൊക്കെ ചെയ്യും റബ്ബിന്റെ മുമ്പിൽ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നോ പറയും. പക്ഷെ അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താന്ന് അറിഞ്ഞിട്ടില്ല. അള്ളയാണ് ഷാഫി എന്നറിയില്ല, ഷാഫി അള്ള മാത്രമാണ് എന്നറിയില്ല, രോഗത്തിന് ശിഫ നൽകുന്നവൻ റബ്ബ് മാത്രമാണെന്ന് അറിയാത്തവൻ, അവന്റെ കൂടെ ഒരു ചരടും ഉണ്ടാവും കൂടെ. പക്ഷെ നിസ്കാരത്തിന് നോമ്പൊക്കെ അതിൻ്റെതായ വഴിക്ക് നടക്കുന്നുണ്ടായിരിക്കും. അത്തരത്തിലുള്ള തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ ദമ്പുകളെ സംബന്ധിച്ച് നീ റബ്ബിനോട് തുറന്നു പറയേണ്ടതുണ്ട്. എനിക്ക് നിങ്ങളോട് 2ാമത് വസിയത്ത് ചെയ്യാനുള്ളത്, റബ്ബിനോട് പാപങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് തൗബ നേടി ശുദ്ധമായ മനസ്സുമായി പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റമദാനിലൂടെ സഞ്ചരിച്ചു എന്നതുകൊണ്ട് അവന്റെ അഖീദ ശുദ്ധമല്ലെങ്കിൽ, അവന്റെ പാപങ്ങളിൽ നിന്ന് അവൻ ഇസ്തിഗ്ഫാർ നടത്തി മുക്തി നേടിയിട്ടില്ല എങ്കിൽ ആ റമദാൻ കൊണ്ടൊന്നും യാതൊരു നേട്ടവും ഉണ്ടാവൂല. അത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, റുബ്ബ സായിം കം മിൻ സായിം, എത്ര നോമ്പുകാരാ, പട്ടിണി അല്ലാണ്ട് ആരും അതുകൊണ്ട് ഒന്നും നേടിയിട്ടില്ല. ഇസ്ലാം എന്താന്ന് പഠിച്ചു വെക്കുക. നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് രാവിലെ സുബഹി മുതൽ മഗ്രിബ് വരെ പട്ടിണി അടക്കാനുള്ള കഴിവുണ്ട് എന്ന് ചെക്ക് ചെയ്യാനുള്ള സാധനമല്ല നോമ്പ്. അതല്ല നോമ്പെന്ന് പറയുന്നത്. അതവന്റെ ഈമാനിന്റെ പരീക്ഷണമാണ്, അവന്റെ ത്യാഗത്തിന്റെ പരീക്ഷണമാണ്, അനുസരണബോധത്തിന്റെ പരീക്ഷണമാണ്. അവൻ തിന്മകളിൽ നിന്ന് വിടുതൽ നേടുന്നത് എത്രമാത്രം പാലിക്കുന്നുണ്ട് എന്നതിന്റെ ഒരു പരീക്ഷണമാണ്. നമ്മളെക്കാളൊക്കെ 5 ദിവസം 10 ദിവസമൊക്കെ തുടർച്ചയായിട്ട് റിലേ നിരാഹാര സമരം നടത്തുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ കാണാൻ സാധിക്കും. കപ്പാസിറ്റി ചെക്ക് ചെയ്തിട്ട് പ്രതിഫലം കൊടുക്കുകയാണെങ്കിൽ വലിയ പ്രൈസ് കൊടുക്കേണ്ടത് അവർക്കായിരിക്കും. അതല്ല പരീക്ഷണം എന്ന് പറയും. അതുകൊണ്ട് കേവലം പട്ടിണിക്കാരായി മാത്രമായി മാറാൻ പാടില്ല.
നമ്മുടെ പരിശുദ്ധ റമദാനിലെ നോമ്പുകൾ പ്രകടമായ മാറ്റമുണ്ടാവണം. സ്വന്തത്തെ കൃത്യമായി ഹിസാബ് നടത്തി, വിചാരണ നടത്തി, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ എവിടെയൊക്കെ പാകപ്പിഴവുകളുണ്ടോ അവ മുഴുവൻ തിരുത്തി മുന്നേറിക്കൊണ്ട് റബ്ബിന്റെ മുൻപിലേക്ക് തുറന്നു പറഞ്ഞ് ശുദ്ധമായ മനസ്സുമായി കൊണ്ട് പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതൊരു വാണിംഗ് ആണ്, ഇതൊരു മുന്നറിയിപ്പാണ്. മുന്നറിയിപ്പുകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈ മുന്നറിയിപ്പുകളെല്ലാം കേട്ടിട്ടും ആയത്തുകൾ 10ഉം 15ഉം നിരവധി നിരന്തരമായി ഖുതുബകളിലൂടെ കേട്ടിട്ടും ഇതൊന്നും തനിക്ക് ബാധകമല്ലാതെ ജീവിക്കുന്ന, അവഗണിച്ചു തള്ളുന്ന കുറെ ആളുകളുണ്ട്. എത്തിച്ചേരുന്ന ഒരു ലോകമുണ്ട്, അതിന് കാവൽക്കാരായ കുറെ ആളുകളും. അവര് ചോദിക്കുന്ന ചോദ്യമുണ്ട്, അലം യഅതികും നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിരുന്നില്ലേ? ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അത് ഹറാമാണ്, ഇത് ബിദ്അത്താണ്. സാമ്പത്തികമായ മേഖലയിൽ സൂക്ഷ്മത ഉണ്ടാവണം, ലൈംഗികമായ മേഖലയിൽ കണ്ണിനൊക്കെ നിയന്ത്രിക്കണം, ചെവിയെ നിയന്ത്രിക്കണം, മൊബൈൽ ഫോണൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം. അതൊക്കെ ഇങ്ങനെ പറയാൻ, മിമ്പറിന്റെ മുകളിൽ നിന്ന് പറയാൻ, അങ്ങാടി എന്ന് പറയാൻ, ലഘുലേഖയായിട്ട് ഇങ്ങനെ കൈയിങ്ങനെ തരാൻ പള്ളിയുടെ മുറ്റത്തൊക്കെ ആൾക്കാരൊക്കെ നിരന്ന് നിന്നിരുന്നില്ലേ? അലം യഅതികും നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിരുന്നില്ല? ഖാലൂ ബലാ, അതെ അതെ ഉണ്ടായിരുന്നു, പക്ഷേ ഫകദബ്നാ, ഞങ്ങൾ അവരെ നിഷേധിച്ചു. എത്ര വച്ചിട്ടിട്ട് മെമ്പറിന്റെ മുകളിൽ പറഞ്ഞാലോ, നമ്മളണ്ട് ഇറങ്ങിപ്പോയാൽ കേറുന്നവരെ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ ആയിരുന്നു കയറി ഇറങ്ങിയതിനു ശേഷം. മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല, മാറ്റം വരുത്താൻ മെനക്കെട്ടിട്ടില്ല, സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടില്ല. ആ പോക്കിലൂടെ തന്നെയായിരുന്നു പോയിരുന്നത്. ഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ വഖാലൂ ലൗ കുന്നാ നസ്മഉ വ നഅഖിൽ മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ഒന്ന് കേട്ടിരുന്നെങ്കിലേ, ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിലേ നന്നായിരുന്നു എന്ന് പറയുന്നൊരു സമയമുണ്ട്. അത് മടക്കല്ലാത്ത സമയമാണ്, പിന്നെ ഒരു ചാൻസ് ഇല്ലാത്ത സമയമാണ്. SLC പരീക്ഷ വരിക, തോറ്റാലും പ്രശ്നമൊന്നുമില്ല, അടുത്ത ചാൻസിൽ എഴുതാം. +2 പരീക്ഷ വരിക മാർച്ച് മാസത്തില്, തോറ്റാലും പ്രശ്നമൊന്നുമില്ല, ഫുള്ള് എല്ലാ സബ്ജക്റ്റിലും 0 മാർക്ക് അടുത്ത കൊല്ലം എഴുതാം, ചാൻസ് ഉണ്ടാവും. ഇനി ഒരു ചാൻസ്, ഒരു റിട്ടേൺ ആരും കണ്ടിട്ടില്ല. നമ്മുടെയൊക്കെ വാപ്പാര് മരിച്ചുപോയിട്ടുണ്ട് അല്ലെ, ഉമ്മമാര് മരിച്ചുപോയവര്, ആരൊക്കെയോ മരിച്ചുപോയിട്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന്. ഒരു തിരിച്ചു വരവ്, അവരൊക്കെ ബർസഖിനെ അഭിമുഖീകരിച്ചവരാ, പക്ഷേ തിരിച്ചിട്ടുള്ള ഒരു ചാൻസ് ഇല്ല. ആ ഒരു ബോധം പച്ചയായ തലച്ചോറുള്ള ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട. അതുകൊണ്ട് തന്നെ പരിശുദ്ധ റമദാൻ അതിന്റെ പടിവാതിൽക്കലെത്തി നിൽക്കുന്ന സന്ദർഭം തങ്ങളെ കൃത്യമായ വിചാരണ നടത്തി സൂക്ഷ്മമായി റബ്ബിന്റെ മുൻപിലേക്ക് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് ഇസ്തിഗ്ഫാർ നടത്തുന്ന ഒരു അവസ്ഥ നമ്മിൽ ഉണ്ടാവണം. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇംറാനിന്റെ 135-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വല്ലദീന ഇദാ ഫഅലു ഫാഹിശത്ത് ചെയ്യുന്ന ആളുകൾ ഔ ളലമു അൻഫുസഹും, സ്വന്തത്തോട് അക്രമങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾ, അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മ ഉണ്ടാവും, വസ്തഗ്ഫറു ലിദുനൂബിഹിം, തങ്ങളുടെ ദുനൂബിനെ കുറിച്ച് റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയും വേണം. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ വേറെ ആരാ പാപം പുറത്തുതരാൻ? അല്ലാഹുവല്ലാതെ മറ്റാരാണ് പാപം പുറത്തുതരാനുള്ളത്? അല്ലാഹ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ റബ്ബിന്റെ മുൻപിലേക്ക് പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന് വേണ്ടി കൈകൾ നീട്ടുന്ന ആളുകളായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാർ. എത്ര തവണ ഇസ്തിഗ്ഫാർ നടത്തേണ്ടത്? എത്ര കാലം നടത്തേണ്ടത്? ഇസ്തിഗ്ഫാർ നടത്തുന്നത് തിന്മയിൽ നിന്ന് മോചനത്തിന് വേണ്ടിയാ. തിന്മ ചെയ്യാത്തിടത്ത ഒരു കാലത്തോളം ജീവിതത്തിൽ മതം വിരോധിച്ച ഒന്നും തന്റെ ജീവിതത്തിലില്ല എന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ, ഏതൊക്കെ തിന്മകൾ ചെയ്യുന്നുണ്ടോ ആ തിന്മകൾക്കൊക്കെ പ്രേരിപ്പിക്കുന്നത് പിശാച. ആ പിശാച് തോറ്റ് പിന്മാറുന്നത് വരെ ഇത് ചെയ്തോ എന്ന് പറഞ്ഞ് പിശാച് പിന്നെ വരാൻ പാടില്ല. ഉമർ അള്ളാൻ ഒരു വഴിയിലൂടെ കയറിയ പിശാച് ഓപ്പോസിറ്റ് സൈഡ്, ഇബ്ലീസ് ഓപ്പോസിറ്റ് സൈഡിൽ വരുമ്പോ വഴിമാറി പോകുമായിരുന്നെന്ന്. കാരണം പഴപ്പിച്ചാ പഴക്കൂല, അത്ര ഉറപ്പായിരുന്നു. അത്രമാത്രമുള്ള ഒരു ഉറപ്പിന്റെ ഈമാനികമായ ഒരു മാനസികാവസ്ഥയിലേക്ക് കടന്നു വരുന്നത് വരെ, തിന്മയില്ലാത്തൊരു ജീവിതത്തിലാണ് ഞാൻ ഉള്ളത് എന്ന് ഒരു സ്വന്തം മനസ്സിന് ബോധ്യം വരുന്നത് വരെ ഇസ്തിഗ്ഫാറിൽ നിലനിൽക്കേണ്ടതുണ്ടെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിനെ അഭിമുഖീകരിക്കുന്ന ഈ സന്ദർഭത്തിൽ ശുദ്ധമനസ്കരായ ആളുകളായിക്കൊണ്ട് റമദാനിലേക്ക് പ്രവേശിക്കുവാനുള്ള തൗഫീഖ് റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരുപാട് ആളുകൾ രോഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്
പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയത്ത് ചെയ്തു. നമ്മുടെ പള്ളിയിൽ ജോലി ചെയ്തിരുന്ന ഹംസ മൗലവി ഒരു അപകടം സംഭവിച്ച് ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് റെസ്റ്റിലാണുള്ളത്. 2 ദിവസങ്ങൾക്ക് മുൻപ് സംസ്ഥാന തലത്തിൽ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന അഡ്വക്കേറ്റ് പി കെ ഹബീബുർ റഹ്മാൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരൻ പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് പ്രയാസകരമായ ഒരവസ്ഥയിലാണ്. വയനാട് ജില്ലയിലെ നമ്മുടെ സജീവരായ പ്രവർത്തകരായ ആളുകൾ കിണറ്റിൽ വീണിട്ട് ചില പ്രയാസം, ഒരുപാട് അപകട വാർത്തകൾ കേട്ടുകൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ആപത്ത് മുസീബത്തുകളിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുന്നു. ശാരീരിക പ്രയാസങ്ങൾ, രോഗങ്ങൾ, കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫായിനെ, ആശ്വാസത്തെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് നമുക്ക് മുൻപ് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അവരുടെ പാപങ്ങളെ പൊറുക്കപ്പെടുകയും നമ്മെയും അവരെയും അല്ലാഹുവിൻ്റെ ഉന്നതമായ സ്വർഗ്ഗലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. وصلى الله على محمد وسلم والحمد لله رب العالمين.